ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരി. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും കഥ പറയുന്ന ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയുടെ ഫെമിനിച്ചി നോവൽ തിരൂരിൽ പ്രകാശനം ചെയ്തു. സൗഹൃദവേദി തിരൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ.പി. നസീമ ഡോക്ടർ മഞ്ജുഷ വർമ്മക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം ചെയ്തത്. പുരുഷനെ അംഗീകരിക്കുന്ന സ്ത്രീകളാണ് കാലഘട്ടത്തിന് ആവശ്യമെന്ന് പ്രകാശനം ചെയ്തുകൊണ്ട് എ.പി. നസീമ പറഞ്ഞു. ഇന്നത്തെ കുടുംബങ്ങളിലെ ശൈഥില്യങ്ങൾക്കും ബന്ധങ്ങളിലെ വിള്ളലുകൾക്കും പ്രധാന കാരണം സ്ത്രീകൾ പുരുഷന്മാരെ അവഗണിക്കുന്നതും അംഗീകരിക്കാത്തതുമാണെന്ന് നസീമ ചൂണ്ടിക്കാട്ടി. സ്ത്രീ പുരുഷ ബന്ധം ഉദാത്തമായ മേഖലയിലേക്ക് നയിക്കാൻ രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കി മുന്നേറണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ.പി.ഒ. റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ.കെ. റസാഖ് ഹാജി, സാഹിത്യ നിരൂപകൻ ഇ.ആർ. ഉണ്ണി, കവയത്രി ഷാബി നൌഷാദ്, അബ്ദുൽ ഖാദർ കൈനിക്കര, പത്മിനി ഘോഷ്, ഹഫ്സത്ത്, മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് എ.കെ. മുസ്തഫ, മൈ കൊടിഞ്ഞി പ്രസിഡന്റ് കെ.വി. ഹംസ, ഗഫൂർ കൊടിഞ്ഞി, അബു ലൈസ്, യൂസഫ്, സുധി എ.പി. നായർ, പാറയിൽ ഫസലോ, അബൂബക്കർ വള്ളിക്കാഞ്ഞിരം എന്നിവർ സംസാരിച്ചു. നോവലിസ്റ്റ് ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു. പ്രോഗ്രാം ആയാലും ഏതൊരു സാധാരണ രീതിയിലുള്ള എല്ലാ പ്രോഗ്രാമിലും സൗഹൃദവേദി തിരൂരിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും. പഠിച്ചയുടെ ഒരുപാട് പ്രോഗ്രാമുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത്. ആദരങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു സംഘടനയാണ് ഈ സൗഹൃദവേദി തിരൂർ എന്ന് പറയുന്ന സംഘടന. ഡോക്ടർ ആലിക്കുട്ടി സാഹിബായിരുന്നു അതിൻ്റെ മുൻ ചെയർമാൻ. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സീനിയർ പത്രപ്രവർത്തകരുമായിട്ടുള്ള റഹ്മത്തുള്ള സാഹിബാണ് അതിൻ്റെ സാരഥ്യം വഹിക്കുന്നത്. ഉന്നതിയിലേക്ക് വരുന്ന ആളുകളെ നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഇന്നിവിടെ സഹോദരവേദി തിരൂര് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി ഇതിനു മുമ്പ് ഭാരതമേ നീ ലജ്ജിച്ചു തല താഴ്ത്തുന്നു എന്ന് പറയുന്ന സാഹിത്യകൃതിയും അതുപോലെ തന്നെ ജിഹാദി എന്ന് പറയുന്ന ഒരു സാഹിത്യകൃതിയും വേറെ ഒന്ന് രണ്ട് കവിതകളൊക്കെ എഴുതിയ ആളാണ്. അതിനൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു രാക്ഷസ ലഹരി എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ തൂഫാനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് മുമ്പാണ് കേട്ടോ. തൂഫാൻ ഇപ്പോൾ ആളുകൾക്ക് അറിയുന്ന ഈ നാർക്കോട്ടിക് ഇതിനായിട്ട് നമ്മളൊരു ഡോക്യുമെൻ്ററി അദ്ദേഹം ഇവിടെ പ്രകാശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. സർവകലാ വല്ലഭൻ എന്നൊക്കെ പറയുന്നത് പോലെ നോവലാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും ഡോക്യുമെൻ്ററി ആണെങ്കിലും എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. ഇനിയും കൂടുതൽ നോവലുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഫെമിനിച്ചി എന്ന് പറയുന്ന ഈ നോവല് നമുക്ക് ഇതിൻ്റെ പ്രകാശന കർമ്മം അതിൻ്റെ ആര് ചെയ്യണമെന്ന് പറയാം. നമുക്ക് യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ അധികാരം കൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ചിന്താഗതികൾ കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ നന്നായി ജീവിക്കുന്ന മനുഷ്യനെ എത്രത്തോളം മോശമാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരെ മലീമസപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമായ മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെയൊരു ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ജീവിച്ചു കൊണ്ടുപോകുന്ന ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചിന്തയിലേക്ക് ഇങ്ങനെയുള്ള ഒരു കഥാസംഹാരം വരാനുണ്ടായ സാഹചര്യം എന്തായിരിക്കുമെന്ന് പോലും ഞാൻ ഈ പുസ്തകം കുറച്ച് സമയങ്ങൾ വായിച്ചെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മനുഷ്യൻ വളരെ മാന്യമായി സമൂഹത്തിനിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രവി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അതിൻ്റെ പ്രയാസപ്പെടുത്തുന്ന അർത്ഥങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ മറ്റൊരു കഥാപാത്രത്തിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. ഒരിക്കലും സ്ത്രീ വലിയവളോ അല്ലെങ്കിൽ പുരുഷൻ ചെറിയവനോ അല്ല, എല്ലാവരും തുല്യരാണ്, അതൊക്കെ ഓക്കെയാണ്. എന്നിരുന്നാൽ പോലും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ ഏതൊരർത്ഥ തരത്തിലും മറ്റൊരാളെ അയാളുടെ നല്ല ജീവിതത്തെ, കാരണം ഈ രവി എന്ന് പറയുന്ന കഥാപാത്രം വളരെ മാന്യനായി ജോലി ചെയ്ത് വളരെ നന്നായി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പ്രയാസങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നേരിടുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഫിറോസ് ഖാൻ അതിൽ വളരെ മനോഹരമായിട്ട് എഴുതി ചേർക്കുന്നത്. ഏതായാലും ഫിറോസ് ഖാൻ ആദ്യം ഞാൻ അറിയുന്ന ആളാണ്. പരപ്പനങ്ങാടിയിൽ നിന്ന്, ചരിത്രപ്രസിദ്ധമായ പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ കൂടി ഉണ്ടാവുന്നു. തിരൂരിനും ഒപ്പം തന്നെ അഭിമാനിക്കാവുന്ന കാര്യമാണ്.
എഴുത്തുകാരെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ എഴുത്തച്ഛൻ മുതൽ മേൽപ്പത്തൂർ, അച്യുതൻ പിഷാരടി, അങ്ങനെ സി രാധാകൃഷ്ണൻ വരെയുള്ള ആളുകൾക്ക് ജന്മം നൽകിയ പ്രദേശം. ഈ മണ്ണിന് സർഗാത്മകതയുടെ വലിയൊരു പരിവേഷമുണ്ട്. വളരെ ലിറ്ററേച്ചർ പരമായിട്ട് ഫർട്ടൈലായ ഒരു മണ്ണാണ്. ചരിത്രം തെളിയിച്ചതാണ്. ഈ മണ്ണിൽ സർഗാത്മക ശേഷിയുള്ള ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് എഴുതാതിരിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യ സ്വാതന്ത്ര്യത്തിനും എല്ലാം വേണ്ടി സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഫെമിനിസം. ഇത് ലോകം അംഗീകരിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ കഴിഞ്ഞ കാലം മുതൽ തന്നെ ഫെമിനിസത്തെ പറ്റിയുള്ള പല പല ചരിത്ര സംഭവങ്ങളുണ്ട്. പെണ്ണുങ്ങൾ ഇറങ്ങിക്കൊണ്ട് പല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട്, അനീതികളെ മാറ്റിമറിച്ചുകൊണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളും ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഫെമിനിസം അതിൻ്റെ പ്രകടനപരതയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് ഫെമിനിച്ചി തുടങ്ങിയ വാക്കുകൾ ഉത്ഭവിക്കുന്നത്. ഫെമിനിസത്തെ കളിയാക്കുമ്പോൾ ഫെമിനിസത്തിൻ്റെ പ്രകടനപരതയിൽ ചില പുതിയ വ്യാഖ്യാനങ്ങൾ വരുമ്പോഴാണ് ഫെമിനിച്ചി എന്നൊരു വാക്ക് വരുന്നത്. മനസ്സിലാകുന്ന ആഖ്യാന രീതിയാണ് നോവലിലേത് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് കാലങ്ങളിൽ CV രാമൻ പിള്ളയുടെ നോവലുകൾ വായിച്ച്, ചരിത്ര നോവലുകൾ വായിക്കുമ്പോൾ മുതൽ ഖസാക്കിന്റെ ഇതിഹാസത്തിലേക്കൊക്കെ വന്ന് നിൽക്കുമ്പോഴും നമ്മളൊരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എടുത്തുകൊണ്ട് അമ്മാനമാടുന്ന സാഹിത്യ പ്രതിഭകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ അദ്ദേഹവും നമ്മുടെ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ആ ശീർഷകം ഫെമിനിച്ചി എന്ന് പറയുന്ന ശീർഷകം വളരെ അധികം യുക്തിപൂർവം ആ കൃതിക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെമിനിച്ചി എന്ന ബുക്കിൻ്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ ശരിക്കും ഫെമിനിസം, ഫെമിനിച്ചികൾ, ആ ഒരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷേ ബുക്കിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ഫെമിനിസം കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ കാരണം എല്ലാ സ്ത്രീകളും ഫെമിനിസ്റ്റുകൾ കരയാറില്ല എന്ന് സാഹിത്യ ബുക്കിൽ ത്രെഡായിട്ട് കണ്ടു. ശരിക്കും ഫെമിനിസ്റ്റുകളും സ്ത്രീകൾ തന്നെയല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം തന്നെയാണ്. അതിൽ പുരുഷന്മാർക്കൊരു മേലാധികാരം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ കലയും സാഹിത്യവും ഒക്കെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനും സൗഹൃദം പങ്കുവെക്കാനുമുള്ള ഒരു സംഗതിയായിട്ട് കാണാം. അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മനുഷ്യരെ പരസ്പരം അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നന്നായി നടക്കുകയാണ്. പഴയ കാലത്ത് നോവലായാലും കഥകളായാലും മുഴുവൻ പ്രധാനമായും പറഞ്ഞത് മനുഷ്യരുടെ നന്മ വിളിച്ചു പറയുന്നത്. ചില കവിതകൾ പോലും ഇന്നും പ്രസക്തമായി നിൽക്കുന്നത് അതിൻ്റെ വരികളുടെ പ്രാധാന്യം, അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളാണ്. മൊത്തം എത്തിയിട്ടില്ല. പലരും പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എത്താൻ ആവശ്യമുള്ളത് എന്ന് വിശ്വസിക്കുകയാണ്. ഞാനിപ്പോൾ തിരക്കുള്ളതായിട്ട് ഞാൻ കൂടി എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്നെല്ലാ പ്രചോദനം നമുക്കുണ്ടായിരിക്കട്ടെ. ഇനിയും എഴുതാനും കവിതകൾ എഴുതാനൊക്കെ അവസരം ഉണ്ടായി കൊടുക്കട്ടെ. ഈ വേദി ഒരുക്കിയ ഈ തിരൂരിൽ വന്നിട്ട് എവിടുന്ന് പരപ്പനങ്ങാടിയിൽ നിന്നും കൊടിഞ്ഞതൊക്കെ ഇവിടെ എത്തിയത് ഈ വേദി ഒരുക്കി തന്ന ഈ സംഘാടകർക്ക് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കാം. അതുകൊണ്ട് തുടർന്നും നല്ല നല്ല നോവലുകൾ എഴുതാനും ജനങ്ങൾക്ക് സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ നല്ല നോവൽ എഴുതാനും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവിതത്തിൽ നാനാതുറമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നോവൽ എഴുതാനും അത് അനുഭവിക്കാനും വായിച്ച് ആസ്വദിക്കാനും എല്ലാവർക്കും കഴിയാൻ ഫിറോസ് ഖാനെ ഇനിയും കഴിയട്ടെ എന്ന് ആത്മനായി പ്രാർത്ഥനയോടൊപ്പം തന്നെ അതിനാണ് സർവ്വതവേദിയപ്പോൾ സംഘടനയുടെ ആവശ്യം. പുസ്തകങ്ങളുടെ പല അഭിപ്രായങ്ങളും ഞാൻ കേട്ടു. ഇത് എനിക്ക് പറയേണ്ട ഈ ഫെമിനിറ്റി എന്ന ഫെമിനിന് വാക്ക് ശരിക്കും മലയാളം നിങ്ങളില്ല. ആളുടെ ഭാഷയിൽ അതില്ല. അത് ഇംഗ്ലീഷ് ആദ്യം പദമാണ്. ഇത് ഫീമെയിൽ എന്നുള്ള വാക്കെന്നാണ് ഫെമിനിൻ എന്ന് വരുന്നത്. പിന്നീട് അത് ഇങ്ങനെ കൊളോക്കിയലായിട്ട് ഫെമിനിറ്റി പറയും. അടുത്ത കാലത്തായി ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിരുന്നു. ഇത് പെരുസായ ഫിലിമാണ്. പൊന്നാനിക്കാരെടുത്താണ്
സജീവമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ഒരു വിമർശനമായിട്ടൊരു കാണണം. എന്ന ചന്ദ്രമേനോന്റെ നോവൽ ഇരുന്നെഴുതിയ പരപ്പനങ്ങാടിയിൽ നിന്ന് തന്നെയാണ് ഫെമിനിച്ചി എന്ന ഈ പുസ്തകവും വന്നത് എന്നത് യാദൃശ്ചികതയാകാം. എങ്കിലും ഇത് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊടിഞ്ഞി എന്ന പ്രദേശത്ത് വന്ന് താമസമർപ്പിച്ചതാണ്. മുൻകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വേരുകൾ കൊടിഞ്ഞിയിലാണ്. പിൽക്കാലത്ത് അവിടെ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് വിട്ടുപോയി ഇപ്പോൾ അദ്ദേഹം തിരിച്ച് കൊടിഞ്ഞിയിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. പിന്നെ ഫെമിനിസത്തിനെ പറഞ്ഞാൽ അത് വളരെ വിപുലമായിട്ടുള്ളൊരു ചർച്ച. അതെ, അത് നമ്മുടെ എത്ര ദിവസം തീരാനൊരു ഇതാണ്. അത് കൗണ്ടറായിട്ടുള്ള ആർഗ്യുമെന്റും ഉണ്ടാവും പറ്റാത്തതാണ്. പുരുഷനായാലും ശരി, ആ ബാല്യകാലത്തിൽ ആ അമ്മയെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് പുരുഷനുള്ളത്. അപ്പം സ്ത്രീക്ക് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രതിഭയാണ് സ്ത്രീ. അതിനെ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്നാലും ഇന്നത്തെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രിവിലേജ് ഉണ്ടല്ലോ, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു യാത്രയിലോ ഒരു ട്രെയിനിലോ ഒരു ബസ്സിലോ ഒക്കെ ഒരു സ്ത്രീയുടെ പ്രയാസങ്ങൾ കണ്ടാൽ നമുക്ക് സഹായിക്കാനുള്ള ഒരു വിമുഖത പോലും നഷ്ടപ്പെടുക. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അതിൽ നിന്നുണ്ടാവുക എന്നുള്ളത്. ഒരു സ്ത്രീ ഇവിടെ ഒരു സ്ത്രീ മുഖാനം ഒരു പുരുഷൻ തകർക്കപ്പെടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അമ്മ, അവിടെ ഭാര്യ, അവിടെ പെൺമക്കൾ. ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ ഓക്കെ, പറഞ്ഞാൽ ശരിയാണ്. അത് ഉണ്ടാകാൻ കാരണം ഒരു കാലത്ത് പുരുഷൻ്റെ ഒരു ഇപ്പം ഗോവിന്ദചാരി, അത് വളരെ വേദനാജനകമായ സംഭവമാണ്. അപ്പം ഇത് വെച്ചിട്ട് ഇപ്പം ആദ്യം മുമ്പിൽ പറഞ്ഞ മാതിരി പ്രിവിലേജ് കാരണം സ്ത്രീകൾ പല മേഖലയിലും പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽപ്പെട്ട അത് അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് പുറകിലും പുരുഷനാണ്. ഒരു കോൺട്രാക്ടർ ഉണ്ട്, കോൺട്രാക്ടർ വർക്കിംഗ് കോൺട്രാക്ടർ നിരന്തരമായിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇതിന് ഒപ്പിട്ട് തരണം, 50 ലക്ഷം തരണം. അപ്പോൾ സാധാ സീതുള്ള ഈ രവി എന്ന ഉദ്യോഗസ്ഥനെ കൂട്ടി നിൽക്കുന്നില്ല. അപ്പോൾ ഈ രവി എന്ന പുരുഷൻ ഈ സ്ത്രീയെ ഉപയോഗിച്ചിട്ടാണ് ഈ ചതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, ഇതിൻ്റെ പുറകിലും മനുഷ്യരാണ് തെറ്റുകൾ. മനുഷ്യരാണ്, നമ്മൾ സ്ത്രീകളെ അധിക്ഷേപിക്കാനും സ്ത്രീ പുരുഷനെ അധിക്ഷേപിക്കാനും. മനുഷ്യൻ്റെ മൂല്യച്യുതിയിൽ നിന്ന് പുതിയ ലോകക്രമം ഉണ്ടാകും. മൂല്യച്യുതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്താൻ പുരുഷനും സ്ത്രീയും മുന്നോട്ട് വരണം. അതാണ് എല്ലാവരും ഇതിൽ വന്ന എല്ലാവർക്കും ഞാൻ ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നത്. മീഡിയ ന്യൂസ്, തിരൂർ.